മധുര വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇനി എന്താണ് അടുത്തതെന്നുള്ള കാര്യങ്ങളിലോട്ടേക്കാണ് നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ. മധുരയുടെ വീഡിയോസൊക്കെ തീർന്ന് എൻ്റെ എഡിറ്റൊക്കെ കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസമായി. ഇനി കുറച്ച് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യണം. ഷോർട്സും കൂടെ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാണ്. ഇന്ന് ഒരു റാൻഡം മൺഡേ, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് എൻ്റെ ബൈക്കൊന്ന് വണ്ടി സർവീസ് ചെയ്യണം. എൻ്റെ ബൈക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. പൊല്യൂഷൻ തീർന്നിരിക്കുകയാണ്, പോയി പൊല്യൂഷൻ എടുക്കണം. പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു ദിവസമാണ്. എന്തായാലും നിങ്ങളും കൂടെ വാ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഇതാണ് എൻ്റെ ബൈക്ക്. ആൻഡ് ഈ ഒരു ബൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചായി നമ്മളിത് എടുത്തിട്ട് കുറച്ചും മണ്ണും ചെളിയുമൊക്കെ ആയിട്ടിരിക്കുക. വണ്ടി ഒന്ന് ആദ്യം കൊണ്ട് സർവീസ് ചെയ്യണം. സർവീസ് ചെയ്ത് പൊല്യൂഷൻ എടുത്തുകൊണ്ട് വേണം ഈ ഡെൻ്റ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പം അടുത്ത ദിവസങ്ങളിൽ അത് ചെയ്യണം. നമ്മുടെ അടുത്ത പ്രോഗ്രാം ഫിഗർ ഔട്ട് ചെയ്യണതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിയുടെ ഇൻഷുറൻസ് മറ്റേ ബമ്പർ ടു ബമ്പറും ഫുൾ കവറും തീർന്നിരിക്കുക. തേർഡ് പാർട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാങ്ക് ഒന്ന് റെഡി ആക്കിയിട്ട് വേണം ഇൻഷുറൻസ് പോയി സെറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ മറ്റേ ടൈം സ്റ്റാമ്പിൽ ഫോട്ടോ വരുമ്പോഴത്തേനും നമുക്ക് ഇൻ കേസ് ടാങ്കിന് നെക്സ്റ്റ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ക്ലെയിമും കാര്യങ്ങളും കിട്ടത്തില്ല. വീട്ടിൽ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ നടക്കാം. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇവിടെ ഒന്ന് ഫില്ല് ചെയ്തു. ബൈ ദ വൈ, ദിസ് ഈസ് മൈ ഹോം. ആൻഡ് വീടിൻ്റെ ഫ്രണ്ട് നോക്കിയിരിക്കുക, നല്ല രസമല്ലേ? ഭയങ്കര നേച്ചർ ബ്യൂട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സിറ്റ് ഔട്ടിലിരുന്ന് ഒരു കാപ്പിയൊക്കെ കുറിച്ച് ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി. ഭയങ്കര വൈബും ചില്ലും വന്നേ. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്യാരക്ടറിനെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. എൻ്റെ ഒരു കമ്പനിയാണ്. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. കാണിച്ചാട്ടെ റേച്ചു ബാ. കണ്ടോ, അടുത്തൊരാൾ അവിടെയുണ്ട്. അപ്പം എന്തുവാടാ. അപ്പം ഇവർ രണ്ടുപേരുമാണ് മൈ 2 പാർട്ട്നേഴ്സ് ഇൻ ക്രൈം. ഇയാൾ ഞാനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. ഇങ്ങനെ നടക്കണം ഇവൾക്ക്. അതാണ് ഇവളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാമെന്നുള്ളത്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇനി അടുത്തൊരു പ്രോജക്റ്റ് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ട്. മെയിൻ കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഓക്കെ ആണോ എനിക്കറിയാൻ പാടില്ല. ഞാനപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാം. എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് കുറച്ചധികം ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താവശ്യമുണ്ട്? മണി ആവശ്യമുണ്ട്. എൻ്റെ ഒരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വീഡിയോ മേക്കിങ്, വീഡിയോ എഡിറ്റിങ്, ചെറിയ പ്രൊഡക്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. ആൻഡ് ഐ ആം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദറ്റ്. എൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് ലൈഫിൽ മെയിൻ ഒരു ഗോളോ അതല്ല, ആ ഒരു രീതിയിൽ പോകണമെന്നല്ല. പിന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് വരുന്നില്ല. സോ ഐ കിപ്പ് ഇറ്റ്. അപ്പം എന്താ അവസ്ഥ? അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം ഇല്ലാണ്ടായി. പിന്നെ ഞാൻ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി വീഡിയോസ് ചെയ്യാനോ എൻ്റെ ഓൺ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനോ അവിടെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പം അത് ഞാൻ ഫേസ് ചെയ്ത വലിയൊരു പ്രോബ്ലമാണ്. ഇനിയുള്ള അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്, കുറേ വീഡിയോസും കാര്യങ്ങളും മേക്ക് ചെയ്യാനുണ്ട്, ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാനുണ്ട്. സോ ട്രാവൽ ചെയ്യാനും ബേസിക്കായിട്ട് ഫുഡ് കഴിക്കാനും സ്റ്റേ ചെയ്യാനും എനിക്ക് ഫണ്ട് വേണം. എൻ്റെ ആ ഒരു ഫണ്ട് എനിക്ക് ഉണ്ടാക്കണം. സോ ഫൈനലി ഞാൻ ഒരു കാര്യം പറയാം. എനിവേ ഐ വാണ്ട് ടു ക്രിയേറ്റ് മൈ കരിയർ. എൻ്റെ ആ ഒരു കരിയർ ബിൽഡ് ചെയ്യുന്നത് ഞാൻ ഇവിടെ ഫിലിം ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഷോക്കേസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. എനിക്കറിയാം നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടു അങ്ങ് വെക്കുമ്പോഴത്തേനും അവിടെ ഒരുപാട് പ്രോബ്ലംസ് വരുന്നു. എൻ്റെ ആ ഒരു പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണേ ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പം എൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളോ ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. ഇറ്റ്സ് ഓൾവേസ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു റിയലി വാണ്ട് ടു ബിൽഡ് ദെയർ ലൈഫ് ആൻഡ് ഡു സംതിങ് റിയലി ബിഗ് ആൻഡ് ബിഗർ. എനിക്ക് ഒരുപാട് വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിലോട്ടേക്ക് തന്നെയാണ് എൻ്റെ യാത്ര. ആൻഡ് അതിനു വേണ്ടിയാണ് ഞാൻ മുന്നോട്ടേക്ക് നീങ്ങണേ. കൂടെ നിൽക്കാൻ പറ്റുന്നവർക്കൊക്കെ കൂടെ നിൽക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കൂടെ നിൽക്കുന്നവർക്കൊന്നും ഒരു നഷ്ടമുണ്ടാവില്ല, നേട്ടമില്ല. ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്തിയാലോ? ആൻഡ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരു പുതിയൊരു തീരുമാനം എടുത്തു. അതായത്
ഞാൻ വീഡിയോസ് ഡെയിലി പോസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടി തന്നെയാണ് ഞാൻ രണ്ടാമത് ഇറങ്ങി വന്നേക്കുന്നത്, ഈ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഈ ഡെയിലി പോസ്റ്റ് ചെയ്യണ വീഡിയോസ് ഒരു 10 മിനിറ്റും 12 മിനിറ്റൊക്കെ മാക്സിമം വീഡിയോ ലെങ്ത്ത് വന്നേക്കണേ. ഇനിയിപ്പോൾ അതൊന്നും കൂടെ വെട്ടി ചുരുക്കിയാലോ എന്ന് ആലോചിക്കുന്നു. ആൻഡ് ഞാൻ ഒരു ദിവസം ഒരു 3 വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്. എന്തായാലും എൻ്റെ ലൈഫ് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് കാണാൻ പോണേ. മേ ബി ഞാനൊരു ലൈഫ് സ്റ്റൈൽ കോണ്ടൻറ്റ് ക്രിയേഷനിലോട്ടേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം പോലും എനിക്കുണ്ട്. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. മേ ബി ഐ വിൽ ബിക്കം സം കൈൻഡ് ഓഫ് ഓൺട്രപ്രണോറിയൽ കോണ്ടൻറ്റ് ക്രിയേറ്റർ. നമുക്ക് നോക്കി കാണാം. എന്തായാലും ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ട ടൈമൊന്നുമല്ല ഇത്. ഞാനൊരു 3 വീഡിയോയ്ക്ക് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. എൻ്റെ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് 6 മിനിറ്റ്, ഒരുപാട് ടൈം നിങ്ങളുടെ എടുക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണെങ്കിൽ അത് ചെയ്തോട്ടെ. ആ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്കിൽ വന്ന് കണ്ടേച്ച് പോകാവുന്ന രീതിയിൽ. ആൻഡ് ഓരോ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണത്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യണേ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഇടയിൽ നമ്മളെന്തെങ്കിലും മെയിൻ വീഡിയോസ്, ഇപ്പോൾ നേരത്തെ മധുരൈ ട്രാവൽ സീരീസൊക്കെ കണ്ടില്ലേ, അതേപോലെ എന്തെങ്കിലും ചലഞ്ചസോ മെയിൻ വീഡിയോസോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഒരു 7 മണി എന്ന് പറഞ്ഞൊരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണം. അപ്പം ആ ഒരു വീഡിയോസിനുള്ളൊരു ടൈം സ്ലോട്ടായി. അല്ലാത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് ടൈം സ്ലോട്ട് കണ്ടുപിടിക്കാം. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഫണ്ടാക്കാം. അധികമൊന്നും വേണ്ട. ആദ്യം ഒരു 1 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കാം. ആൻഡ് ആ ഒരു 1 ലാക്ക് എങ്ങനെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ വണ്ടിയുടെ പൊല്യൂഷൻ എടുക്കാൻ വന്നേക്കാം. നിങ്ങളെ കല്ലാർകുട്ടി ഡാമൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങില്ല. നോക്കിയിട്ട് നമ്മളെന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സ്പോട്ട് കാണിച്ചു തരാം.